With great power comes great fan noise and great vibrations. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഗ്രാഫിക് കാർഡ് മാറിയായിരുന്നു. എൻ്റെ പഴയ ഗ്രാഫിക് കാർഡ് ഇതായിട്ട് ഞാനൊരു NVIDIA GeForce 1060 6GB കാർഡ് ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ കാണുവാണെങ്കിൽ മനസ്സിലാവും ആ ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത് നല്ലൊരു ബൾക്ക് സാധനമായിരുന്നു. 2 കൂളിംഗ് ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നല്ല പെർഫോമൻസ് ഉള്ള ഗ്രാഫിക് കാർഡാണ്. നല്ല പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക് കാർഡ് നന്നായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. പിന്നെ വേറെയുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് എൻ്റെ പഴയ കേസിലെ പവർ ബട്ടൺ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഓണാക്കാനായിട്ടൊരു 4-5 ക്ലിക്ക് ഇട്ട് ഇങ്ങനെ ഇട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ചില സമയം ഒരു കോൺടാക്ട് പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഇതൊക്കെ ഉണ്ട്. അതേപോലെ ഇതിൻ്റെ USB പോർട്ട് ഒരെണ്ണം ചീത്തയായിരിക്കുവാണ്. അങ്ങനെയാണ്. ഓക്കെ, സോറി. ഇതാണ് എൻ്റെ പഴയ കേസ്. അപ്പോൾ ഈ കേസിൽ ഞാൻ ഇടയ്ക്ക് 2-3 ട്വീക്കൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്ത് നോക്കി. ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര സൗണ്ടാണ്. ഇവിടെയാണ് ഈ ഏരിയയിലാണ് ഗ്രാഫിക് കാർഡ് വരുന്നത്, ഈ മുകളിലാണ് CPU വരുന്നത്. ഈ ഏരിയ നല്ല ചൂടാവുകയും ചെയ്യും. ഒരു 6 കൊല്ലം പഴക്കമുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ഒരുവിധം തുരുമ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ പോർഷനൊക്കെ തുരുമ്പ് കയറി തുടങ്ങിയിട്ടുണ്ട്. ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ ചാനലിലെ ഏറ്റവും വലിയ അൺബോക്സിങ്. നമുക്കപ്പോൾ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അൺബോക്സ് ചെയ്യാനുള്ള സാധനം. ഇതാണ്, കുഴപ്പമില്ല. പിന്നെ അൺബോക്സിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ എനിക്ക് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. വലിയ പാക്കിങ്ങാണ് വന്നിരിക്കുന്നത്. ഈ കേസ് എന്ന് പറയുന്നത് Esport എന്ന് പറയുന്നതിൻ്റെ ഒരു RGB കേസാണ്. ഈ കേസിലേക്ക് ഞാൻ പോകാൻ കാരണം എന്ന് പറയുന്നത് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് BBC എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഉണ്ടായിരുന്നു. അതിന് എത്രണ്ട് 2500 പ്രൈസ് റേഞ്ചിലായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു 1000 rupees കൂടുതലാണ്. ബട്ട് അതിനെക്കാട്ടിലൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറയുന്നത് ഇതിൽ ടോട്ടൽ 4 ഫാനുണ്ട്. 3 ഫ്രണ്ട് RGB ഫാൻസ് ഉണ്ട്. 120mm 3 ഫാൻസ് ഫ്രണ്ടിലുണ്ട്. പിന്നെ ഒരു റിയർ ഫാനും ഉണ്ട്. എൻ്റെ PC കേസ്. അപ്പം പിക്ചറിൽ ഈ ഒരു ബോക്സിൻ്റെ പിക്ചറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബോക്സ് പിക്ചർ ഇതിനകത്തില്ല. നമുക്ക് ഇതും അൺബോക്സ് ചെയ്തിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇതിൻ്റെ അൺബോക്സിങ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ക്ലിയർ കട്ടായിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. So it's here. My case is here. ഞാൻ ഓപ്പൺ ചെയ്തതിൻ്റെ ഫ്രണ്ട് പോർഷൻ അപ്പായിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതാണ് കേസ്, മൈ ആൻഡ് Esport കേസ്. സോ ദാറ്റ് ഈസ് തലയും കുത്തി നോക്കുക. ആൻഡ് ഹിയർ ഈസ് wow. സോ കേസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു സൈഡ് ടെമ്പേർഡ് ഗ്ലാസ് പാനലാണ് വന്നിരിക്കുന്നത്. ഈ സൈഡ് ഒരു ടെമ്പേർഡ് ഗ്ലാസ് പാനലും മറ്റേ സൈഡ് ഒരു മെറ്റൽ ഫിനിഷാണ്. ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഫൈബർ ഫിനിഷാണ്, ഒരു പ്ലാസ്റ്റിക് ഫൈബർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് പാനൽ കൂടെ എയർ ഇൻടേക്കിനായിട്ട് വെന്റിലേഷന് ഒരുപാട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വരുന്ന IO പോർട്സ്, അതായത് യൂസർ ഇൻ്റർഫേസ് പോർട്സ് എന്ന് പറയുന്നത് ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്, ഒരു USB 3.0 വരുന്നുണ്ട്, ഒരു USB 2.0, ഒരു മൈക്രോഫോൺ, ഒരു ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. ബാക്കിൽ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ഫിനിഷാണ്, ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പഴയ കേസിൽ എന്ന് പറയുന്ന ഒരു സിൽവർ ആക്സെൻ്റ് ആയിരുന്നു. ഇതിൽ ഫുൾ ഒരു ഓൾ ബ്ലാക്ക് ഫ്രെയിമാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഞാനിപ്പോൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ ഈ ടെമ്പേർഡ് ഗ്ലാസ് പാനലാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ഈ ഒരു മനോഹരമായ കേസ് എടുത്ത് നമ്മുടെ PC ഫുള്ള് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു അടിപൊളി കേസാണ് കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കമ്പോണൻസ് എല്ലാം ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് ഇത് പവർ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് കാണാം. Later. Yes. സ്പീക്കർ പോലെ ഉണ്ടല്ലേ? കമ്പ്യൂട്ടർ വർക്ക് ചെയ്തേ, എല്ലാം ഊരി പിടിപ്പിച്ച് കഴിഞ്ഞ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്തു, സക്സസ്. സാധാരണ മറ്റേ മെറ്റൽ ഇതുള്ളപ്പം ഈ 30°C എന്നല്ല, ഇവിടെ 50°C വരെ ഹീറ്റ് കാണിക്കുന്നത് ഓൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 29 ഉള്ളൂ. അത് എയർ ഫ്ലോയുടെ ഒരു ഗുണമാണ്. എനിക്ക് ഇപ്പോൾ തൽക്കാലം എനിക്ക് തോന്നുന്നു ഇനിയും കുറച്ചും കൂടെ ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഗ്രാഫിക് കാർഡ് എനിക്ക് സുഖമായിട്ട് ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും ഇനിയുള്ള ഇതിൽ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഷട്ട് ഡൗൺ ചെയ്യണം. അതുപോലെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ പുറത്തേക്കോ വല്ലതും കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് അയച്ച് അതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ 10,000, 1,500 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തന്നെയായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനും പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിക്കാനുമാണ് ഞങ്ങൾ ഈ കുറച്ച് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ